أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാന്യനായ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, സാമൂഹ്യ ജീർണതകൾക്കെതിരെ ബഹുജന മുന്നേറ്റം എന്ന ശീർഷകത്തിൽ വിസ്ഡം യൂത്ത് ഇരിട്ടി മണ്ഡലം സംഘടിപ്പിക്കുന്ന ഒരു വലിയ സംഗമത്തിലും ഒത്തുചേരലിലുമാണ് നമ്മളെല്ലാം സംഗമിച്ചിട്ടുള്ളത്. അഥവാ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക ജീർണതകൾക്കെതിരെ, തിന്മകൾക്കെതിരെ വലിയ ഒരു ബോധവൽക്കരണമാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമ്മേളനത്തിലൂടെ കാലം ആവശ്യപ്പെടുന്ന അനിവാര്യമായ ഒരു ഇടപെടലാണ് വിസ്ഡം യൂത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് മുമ്പ് സംസാരിച്ചവരെല്ലാം എണ്ണി പറഞ്ഞത് നമ്മുടെ സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന തിന്മകളെ കുറിച്ചാണ്. വിവിധ രൂപത്തിൽ ആ തിന്മകൾ സമൂഹത്തിലേക്ക് വേദനാജനകമായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എണ്ണുകയാണെങ്കിൽ എണ്ണിത്തീരാത്ത വിധം അത് സമൂഹത്തെ കാർന്നു തിന്നുകയാണ്. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അന്ധവിശ്വാസങ്ങളെല്ലാം കൊലപാതകങ്ങളിലേക്ക് വരെ എത്തുന്ന സാഹചര്യങ്ങളാണ് നാം നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ആത്മീയ രംഗത്തെ ചൂഷണങ്ങൾക്ക് ഒട്ടും കുറവല്ല. അതുപോലെ തന്നെ വിവിധ കാരണങ്ങളാൽ അന്യായമായി ആളുകൾ കരുത്തറക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കൊല ചെയ്തുകൊണ്ടുകൊണ്ടിരിക്കുകയാണ്, കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങാടികളിലും തെരുവുകളിലും ചെറിയ രൂപത്തിലൊക്കെ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ആക്രമണങ്ങളും തല്ലുകേസുകളെല്ലാം അവസാനം എത്തിച്ചേർത്തുകൊണ്ടിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന കൊലപാതകങ്ങളിലേക്കാണ്. ഉറ്റ സുഹൃത്തുക്കളായി കഴിഞ്ഞവർ, ഉറ്റ മിത്രങ്ങളായി കഴിഞ്ഞവർ പരസ്പരം ചെറിയ കാരണങ്ങൾക്ക് പോരടിച്ച് കഴുത്തറക്കപ്പെടുന്ന വളരെ വേദനാജനകമായ ഒരവസ്ഥ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സമാധാനത്തിന്റെ കേന്ദ്രം എന്ന് നമ്മൾ വിളിക്കുന്ന വീടകങ്ങളിൽ വരെ രക്തച്ചൊരിച്ചിലാണ്, രക്തം ചിന്തലാണ്. കുടുംബാംഗങ്ങൾ പരസ്പരം പോരടിച്ച് ആക്രമിക്കപ്പെടുന്ന, അത് കൊലപാതകത്തിലേക്ക് എത്തിക്കുന്ന വേദനാജനകമായ അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നേരത്തെ ക്യാമ്പസുകളുടെ, വിദ്യാർത്ഥികളുടെ, കലാലയങ്ങളുടെ അവസ്ഥ ഇവിടെ പറഞ്ഞു. അറിവ് പഠിക്കുന്നതിനും അക്ഷരങ്ങൾ ഗ്രഹിക്കുന്നതിനും വേണ്ടി നമ്മൾ പറഞ്ഞയക്കുന്ന ആ ക്യാമ്പസുകളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഇന്നലകളിൽ കണ്ട വീഡിയോ നമ്മളെ വേദനയോടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. റാഗിംഗ് എന്ന ഓമന പേരിട്ട് പ്രിയപ്പെട്ട സുഹൃത്തിനെ, സഹപാഠിയെ, ഒരുമിച്ച് പഠിക്കുന്ന സ്റ്റുഡന്റിനെ വേദനാജനകമായി നരഹത്യാരൂപത്തിൽ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടില്ലേ അല്ലേ? സ്വന്തം സുഹൃത്തിനെ, ആ ക്യാമ്പസിൽ പഠിക്കുന്ന ഉറ്റ സുഹൃത്തിനെ കോമ്പസ് വെച്ചിട്ട് ശരീരം മുഴുവൻ ഇങ്ങനെ കുത്തി നോൽപ്പിക്കുക, എന്നിട്ടോ
ആ വേദനിക്കുന്ന ശരീരത്തിൽ കൂടുതൽ വേദന വരുന്നതിന് വേണ്ടി ലോഷൻ ഉപയോഗിച്ച് അങ്ങേയറ്റം പ്രയാസപ്പെടുത്തുന്ന വീഡിയോകൾ നമ്മൾ കണ്ടു. ഇത് അങ്ങാടികളിലല്ല നടക്കുന്നത്, ഇത് തെരുവുകളിലല്ല നടക്കുന്നത്. നമ്മുടെ മക്കൾ പഠിക്കുന്ന ക്യാമ്പസുകളിലും കലാലയങ്ങളിലുമാണ് ഈ രൂപത്തിലുള്ള വേദനാജനകമായ തെമ്മാടിത്തരങ്ങൾ, തിന്മകൾ, അധാർമിക പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ പത്രമാധ്യമങ്ങൾ വായിച്ചാൽ, ന്യൂസുകൾ കേൾക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് തുച്ഛമായ സാമ്പത്തികമായ നേട്ടത്തിനു വേണ്ടി സാമ്പത്തിക തട്ടിപ്പുകൾ, ചൂഷണങ്ങൾ അതേ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ അവിഹിതങ്ങളും വ്യഭിചാരങ്ങളും വേണ്ടാത്തരങ്ങളും എല്ലാം സമൂഹത്തിൽ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ചേർത്തു പറയേണ്ട ഒന്ന്, വേദനയോടുകൂടി നാം കേട്ടുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു തിന്മയായിട്ട് നമ്മുടെ സമൂഹത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നത് ധൂർത്തും ആർഭാടവും നിറഞ്ഞ വിവാഹരംഗത്തെ ആഭാസങ്ങളാണ്. പെണ്ണുകാണൽ ചടങ്ങ് മുതൽ ആ ആഭാസങ്ങളും പേക്കൂത്തുകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ബഹുമാനായ പ്രസിഡന്റ് സൂചിപ്പിച്ചല്ലോ, വിവാഹ സുദിനത്തിൽ പോലും കൂട്ടയടികളാണ്, പേക്കൂത്തുകളാണ്, വൃത്തികേടുകളാണ്, ചെമ്മാടിത്തരങ്ങളാണ്. ആ അനുഗ്രഹിക്കപ്പെട്ട സുദിനത്തിൽ പോലും, നമ്മുടെ ഉമ്മത്തിൽ പോലും, ഈ സമൂഹത്തിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത്. ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയ മക്കൾ നിസാരമായ കാരണത്തിനു വേണ്ടി, മക്കൾ, ചെറുപ്പക്കാർ, മുതിർന്നവർ എല്ലാവരും നിസാരമായ കാരണങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി ആത്മഹത്യാ മുതമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വേദനാജനകമായ അവസ്ഥകൾ, ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത, നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, ഹൃദയത്തെ അങ്ങേയറ്റം വിറങ്ങലിപ്പിക്കുന്ന, കണ്ണുകളെ ഈറനണിയിപ്പിക്കുന്ന ഇത്തരം തിന്മകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ വേദിയിൽ നിന്ന് ഈ തിന്മകൾ ആവർത്തിച്ചു പറയണത്, ഇങ്ങനെ തിന്മകൾ എണ്ണിപ്പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കാനല്ല, നിങ്ങളെ വേദനിപ്പിക്കാനല്ല, നിങ്ങളെ സങ്കടപ്പെടുത്താനല്ല, നിങ്ങളെ ദുഃഖിപ്പിക്കാനല്ല, നിങ്ങളുടെ സമാധാനം തകർക്കാനല്ല ഈ വേദി. മറിച്ച് ഈ തിന്മകൾക്കെതിരെ, ഈ വൃത്തികേടിനെതിരെ, ഈ തോന്നിവാസങ്ങൾക്കെതിരെ, ഈ അധർമ്മത്തിനെതിരെ ഉത്തമ പരിഹാരം, സമ്പൂർണ്ണ പരിഹാരം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് വിസ്ഡം യൂത്ത് ഇതുപോലെ ഈ പ്രദേശങ്ങളിൽ, ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ, അങ്ങാടികളിൽ, തെരുവുകളിൽ, ടൗണുകളിൽ, ഗ്രാമാന്തരങ്ങളിൽ ഇതുപോലെ വേദികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെടുമ്പോ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്ന വിസ്ഡം യൂത്തിന്റെ ജില്ലാ സമിതി സംഘടിപ്പിക്കുന്ന യൂത്ത് കോൺക്ലേവിന്റെ ഭാഗമായി വിസ്ഡം യൂത്തിന്റെ ശാഖാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് കണ്ണൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള ആദർശ സമ്മേളനങ്ങളും പരിപാടികളും, ലഹരിക്കെതിരെയുള്ള ആ സാമൂഹിക ജീർണതകൾക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. അവസാനിച്ചിട്ടില്ല. ഇതുപോലെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഞായറാഴ്ച പോലും വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓഫ്ലൈനിൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഓൺലൈനിൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ബോധ്യപ്പെടുത്തലുകൾ, ബോധവൽക്കരണങ്ങളാണ് വിസ്ഡം യൂത്ത്, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിന്റെ പോഷക ഘടകങ്ങൾ നിരന്തരമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിനെ, ഈ നുച്ചാട് സംഘടിപ്പിക്കപ്പെട്ട ഈ പ്രോഗ്രാമിനെ ആ രൂപത്തിൽ ചില കാര്യങ്ങൾ തിരിച്ചറിയുന്നതിനു വേണ്ടി, ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കുന്നതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരോട്, എന്നെ കേൾക്കുന്നവരോട് സൂചിപ്പിക്കാനുള്ളത്. നോക്കൂ, നമ്മുടെ നാട്ടിൽ ഒരു നല്ലൊരു സ്ട്രീറ്റ് ലൈറ്റ് വന്നാൽ, അല്ലെ, ആ സ്ട്രീറ്റ് ലൈറ്റ് കൊണ്ട് എന്തെല്ലാം ഉപകാരമാണ് അല്ലെ ആ സമൂഹത്തിന് കിട്ടാൻ പോകുന്നത്. അതിന്റെ കീഴുള്ളവർക്ക് നല്ല വെളിച്ചം ലഭിക്കും, അതിന്റെ ചുറ്റുമുള്ളവർക്ക് വെളിച്ചം ലഭിക്കും, അതിലൂടെ സഞ്ചരിക്കുന്നവർക്ക് നല്ല വെളിച്ചം ലഭിക്കും. അതുകൊണ്ട് തന്നെ ആ സ്ട്രീറ്റ് ലൈറ്റ് നോക്കി കാണുന്ന ആളുകൾ പറയും, ഇത് വന്നത് നന്നായിട്ടുണ്ട്, ഇതിവിടെ സ്ഥാപിച്ചത് നന്നായിട്ടുണ്ട്, ആളുകൾക്കെല്ലാം വെളിച്ചം കിട്ടുന്നു, മറ്റു പ്രയാസങ്ങളിൽ നിന്ന്, നടന്നു പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് ആളുകൾക്ക് അത് സഹായകമാകുന്നു എന്ന് നോക്കിക്കാണുന്ന എല്ലാവരും പറയുന്നത് പോലെ വിസ്ഡം യൂത്ത് സംഘടിപ്പിച്ച ഈ പ്രോഗ്രാം അതിനേക്കാൾ വലിയ വെളിച്ചമാണ് ഈ നാട്ടിൽ പകരാൻ, ഈ നാട്ടിൽ പകർന്നു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനേക്കാൾ വലിയ വെളിച്ചം. അതേ, ഈ പ്രോഗ്രാം കൊണ്ട് ഇവിടെ നന്മയല്ലാത്തതൊന്നും മുളക്കില്ല.
ഈ പ്രോഗ്രാം കൊണ്ട് ഇവിടെ മുടക്കാൻ പോകുന്നത് തിന്മക്കെതിരെ, തോന്നിവാസത്തിനെതിരെ, അധാർമികതക്കെതിരെ, വൃത്തികേടിനെതിരെ, ജീർണതകൾക്കെതിരെയുള്ള ചിന്തകളാണ്, ആശയങ്ങളാണ്, ആദർശങ്ങളാണ്, പ്രവർത്തനങ്ങളാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ ഇൻഷാ അല്ലാഹ് മുളക്കാൻ പോകുന്നത്. ഈ പ്രോഗ്രാമിലൂടെ ഇൻഷാ അല്ലാഹ് ഉണ്ടായി തീരാൻ പോകുന്നത്. അഥവാ വിസ്ഡം യൂത്ത് രുച്ചാട് സംഘടിപ്പിച്ച ആ പ്രോഗ്രാമിലൂടെയാണ് ഇവിടെ ഈ നാട്ടിൽ ഒരു തിന്മ ആരംഭിച്ചിട്ടുള്ളത് എന്ന് ഒരാൾക്കും പറയാത്ത വിധം ആ പ്രോഗ്രാമിലൂടെയാണ് സകലമാന തിന്മകൾക്കും പരിഹാരമുണ്ടാകുന്നത് എന്ന് പറയത്തക്ക രൂപത്തിൽ ഉത്തമമായ സമ്പൂർണമായ പരിഹാര മാർഗങ്ങൾ ഉറക്കെ പറയാനാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ വേദി നമ്മൾ സംഘടിപ്പിച്ചത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരോട് ഈ പ്രോഗ്രാമിന്റെ നേരത്തെ എന്റെ സുഹൃത്ത് ആമുഖ ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഓരോ വീട്ടിലും കയറിയിട്ട് സൗഹൃദ സന്ദർശനം നടത്തിയിട്ട് ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ ക്ഷണിക്കപ്പെട്ടവരോട്, ഈ പ്രോഗ്രാം കേൾക്കുന്നവരോട് ഈ സദസ്സിൽ വന്ന് കേൾക്കാനും അതോടൊപ്പം തന്നെ ഈ കേൾക്കുന്ന പരിധിയിലുണ്ടെങ്കിൽ ചെവി കൂർപ്പിച്ച് അതേപോലെ ഹൃദയം തുറന്ന് നല്ല മനസ്സോടുകൂടി കേൾക്കണമെന്ന് മാത്രമാണ് വളരെ ഗൗരവത്തിൽ മഗ്‌രിബിന് മുമ്പ് ഈ ഒരു സെഷൻ, ഈ ഒരു പ്രോഗ്രാം താൽക്കാലികമായി വിരാമമിടുമ്പോൾ വളരെ ഗൗരവത്തിൽ സൂചിപ്പിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ ഉടൻ വളരെ പ്രൗഢമായ നമ്മൾ കേൾക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ പകർക്കേണ്ട, നേരത്തെ എല്ലാവരും എണ്ണി പറഞ്ഞ, നമ്മളെല്ലാം വിറങ്ങലിച്ച് കേട്ട, നമ്മളെല്ലാം വേദനയോടുകൂടി മനസ്സിലാക്കുന്ന എന്തുണ്ട് പരിഹാരം, എന്തുണ്ട് മോചന മാർഗമെന്ന് 1000 തവണ ആവർത്തി ചോദിക്കുന്ന അത്തരം തിന്മകൾക്കെതിരെ ഉത്തമ പരിഹാരത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന പ്രൗഢമായ ഒരു സംസാരമുണ്ട്. അത് ശീക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് ഇതേ സദസ്സിലേക്ക് കടന്നിരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. അധ്യക്ഷന്റെ അനുമതിയോടുകൂടി നമസ്കാരത്തിനായി ഇൻഷാ അല്ലാഹ് ഈ പ്രോഗ്രാം പിരിയുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വർദ്ധിച്ചു വരുന്ന തിന്മകൾ നമ്മുടെ ജീവിതത്തിന്റെ സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുന്നു എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട് ഇത്തരം തിന്മകൾ വർദ്ധിക്കുന്നു എന്ന കാരണം നാം പരിശോധിച്ചാൽ അതിന്റെ അടിവേരിലേക്ക് ഇറങ്ങി ഒരു സൂക്ഷ്മ പരിശോധന നടത്തിയാൽ നമുക്ക് ബോധ്യമാകുന്നത് 90% കാരണം നേരത്തെ നമ്മുടെ അതിഥികളെല്ലാം സൂചിപ്പിച്ചിട്ടുള്ള ലഹരി എന്ന വില്ലനാണ്. നാട്ടിൽ എന്ത് തിന്മകളുണ്ടോ അതിൻ്റെയൊക്കെ ഒരു കാരണമായി നമുക്കതാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ വേദനയോടെ കേട്ടിട്ടുണ്ട് താമരശ്ശേരിയിലെ സുബൈദ ഉമ്മ കൊല്ലപ്പെട്ട ആ വാർത്ത. ബ്രെയിൻ ട്യൂമർ ആയിരുന്നു ആ ഉമ്മക്ക്. ഏതൊരു ഉമ്മയും പിതാവും കൊതിക്കുന്നത് തന്റെ പ്രിയപ്പെട്ട മകന്റെ മകളുടെ പരിലാളനയും താങ്ങും തണലുമാണ്. അങ്ങനെ വേണ്ട സന്ദർഭത്തിൽ ആ സുഹൃത്ത് ചെയ്തത് തന്റെ ഉമ്മാന്റെ നെഞ്ചകത്തേക്ക് കടാര കൊണ്ട് വെട്ടി കൊലപ്പെടുത്തുന്ന അതിദാരുണമായ വാർത്തയാണ് നമ്മളെല്ലാം വായിച്ചത്. കണ്ണ് നനയാതെ, ഹൃദയം വിരങ്ങലിക്കാതെ ഒരാൾക്കും അത് വായിക്കാൻ സാധിച്ചിട്ടില്ല. അതവിടെ അവസാനിക്കുന്നില്ല. അതേ ആഴ്ചയിലാണ് കിളിമാനൂരിൽ, നേരത്തെ താമരശ്ശേരിയിൽ മാതാവിനെതിരാണെങ്കിൽ കിളിമാനൂരിൽ പിതാവിനെതിരെയാണ് ലഹരി ബാധിച്ച കൈകൾ ആക്രമിക്കപ്പെട്ടത്. ആ മകൻ തന്റെ പിതാവിനെ മർദ്ദിച്ച് അവശനാക്കിയിട്ട് ആ പിതാവ് കൊല്ലപ്പെട്ട വാർത്തയും നമ്മൾ കണ്ടു. തന്റെ സഹോദരിയെയും ഉമ്മയെയും വീട്ടിനുള്ളിൽ പൂട്ടിയിട്ട് കത്തിച്ച് ചാമ്പലാക്കാൻ ശ്രമിച്ച ചെറുപ്പക്കാരന്റെ വാർത്ത നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ അനവധി നിരവധി കുറ്റകൃത്യങ്ങളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ എല്ലാം കാരണമായി നമുക്ക് ബോധ്യപ്പെടുന്നത്, സമൂഹമെല്ലാം ഒന്നിച്ചു പറയുന്നത്, നമ്മുടെ യുവാക്കളിൽ പുതുതലമുറയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിയാണ്. അതുകൊണ്ടാണ് സകല തിന്മകൾക്കും കാരണമായ ഈ തിന്മയെ സമൂഹത്തിന് ഇസ്ലാം പരിചയപ്പെടുത്തിയത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ ഖംറു ഉമ്മുൽ ഫവായിഷ്,
കള്ള്, മദ്യം, ലഹരി അത് സകല തിന്മകളുടെയും മാതാവാണ്. അതേപോലെ തന്നെ വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയാ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർർ, സകല തിന്മകളുടെയും താക്കോലാണ് ലഹരി. എത്ര കൃത്യമാണ്! ഇവിടെ നടക്കുന്ന ഏത് തിന്മകൾ പരിശോധിച്ചാലും അവിടെയൊക്കെ നമ്മൾ അവസാനമായി എത്തിച്ചേരുന്നത് ലഹരി ബാധിച്ചവനാണ് അത് ചെയ്തത് എന്നാണ്. അതാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ലഹരി എന്നത് തിന്മയല്ല, തിന്മകളുടെ മാതാവാണെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാമൂഹിക തിന്മക്കെതിരെ, ഈ വലിയ തിന്മക്കെതിരെ, തിന്മയുടെ മാതാവിനെതിരെ ഓരോരുത്തർക്കും കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. ഈ സമൂഹത്തിലെ എല്ലാ ആളുകൾക്കും കൃത്യമായ കടമകൾ നിർവഹിക്കാനുണ്ട്. ചില തിരുത്തറിവുകൾ നമുക്ക് സമൂഹത്തിന് പകർന്നു കൊടുക്കാനുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നിടത്ത് നമ്മൾ എല്ലാവരും മുന്നിലുണ്ടാവണം. അതിലൊന്ന് സഹോദരങ്ങളെ, വ്യക്തിപരമായ ബാധ്യതയാണ്. എന്നെ കേൾക്കുന്നവരോട് ഒരാളും ഇത് ഈ സമൂഹത്തിൽ അനുവദിക്കപ്പെടുന്ന എന്നെ കേൾക്കുന്നവരും പറയൂല. അതുകൊണ്ട് തന്നെ ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ പരിഹാര മാർഗങ്ങളിലേക്ക് കടന്നു ചെല്ലണമെന്നാണ് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാൻ. അതിലൊന്ന് വ്യക്തിപരമായ ബാധ്യതയാണ്. അഥവാ ഈ വലിയ തിന്മ എന്റെ ജീവിതത്തോട് ചേർത്തു വെക്കില്ല എന്ന പ്രതിജ്ഞയും പ്രഖ്യാപനവും, അങ്ങനെ ഒരു ജീവിതവും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. നമ്മെ മതപരമായി വിലക്കുന്ന, അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന, കുടുംബത്തിൽ നിന്ന് അകറ്റുന്ന, എല്ലാവിധ സന്തോഷങ്ങളിൽ നിന്നും എല്ലാവിധ സുഖങ്ങളിൽ നിന്നും എല്ലാവിധ ആനന്ദങ്ങളിൽ നിന്നും നമ്മെ അകറ്റുന്ന, സാമൂഹ്യമായി വല്ലാത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഈ തിന്മ കൊണ്ട് നടക്കുന്നവനായി ഞാൻ മാറില്ല എന്ന പ്രഖ്യാപനം ഓരോ വ്യക്തിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇതിന് പരിഹാരം ഉണ്ടാവും. അതേപോലെ തന്നെ ഇതിനെതിരെ എന്നാൽ കഴിയുന്നത് എന്തും ചെയ്യാൻ, ഈ തിന്മ ഉന്മൂലനം ചെയ്യാൻ, ഇത് സമൂഹത്തെ ബാധിക്കാതിരിക്കാൻ, ഇത് പൊതുധർമ്മ ഉപയോഗിക്കാതിരിക്കാൻ എന്നാലായുന്നത് എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് ഓരോ വ്യക്തിയും തീരുമാനിച്ചാൽ സഹോദരങ്ങളെ, ഒരു പരിധിവരെ ഇതിനെതിരെ ഒരു പരിഹാര മാർഗവുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. മറ്റൊന്നെന്തറിയോ, വ്യക്തിപരമായി നമ്മൾ നിലപാടെടുക്കേണ്ടത് ലഹരിയുള്ള സദസ്സുകളിൽ എന്റെ സാന്നിധ്യം ഉണ്ടാവില്ല. ലഹരി വിഭാവനം ചെയ്യുന്ന, ലഹരി ഉണ്ടാകുന്ന സദസ്സുകളിൽ ഞാൻ ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം. പ്രത്യേകിച്ച് അള്ളാഹുവിനും റസൂലിനും വിശ്വസിക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യജ്ലിസു അലാ മാഇദത്തിൻ യശ്റബു അലൈഹാ അൽ ഖംർ. കള്ള് വിതരണം ചെയ്യുന്ന ലഹരിയുള്ള സദസ്സുകളിൽ അള്ളാഹുവിന്റെ റസൂലിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ഒരു കാരണവശാലും ആ സദസ്സിൽ ഉണ്ടാകാൻ പാടില്ല, അതിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അത്തരം സദസ്സുകളിൽ, പക്ഷേ ഖേദകരെന്ന് പറയട്ടെ, നമ്മുടെ നാടുകളിൽ കല്യാണങ്ങളൊക്കെ ഒന്ന് കൊഴുപ്പിക്കണമെങ്കിൽ ചില ആളുകൾക്ക് മദ്യം കൊടുക്കണം, ചില ആളുകൾക്ക് ലഹരി കൊടുക്കണം, എങ്കിലേ അതൊക്കെ ഒന്ന് ഉഷാറായി കിട്ടുള്ളൂ. ആ രൂപത്തിലേക്ക് വരെ ഈ ഉമ്മത്ത് അധപ്പതിച്ചു പോകുന്ന വേദനാജനകമായ ഒരു അവസ്ഥ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെ നമ്മൾ നിലപാട് പ്രഖ്യാപിക്കേണ്ടത്, ലഹരി അവിടെയുണ്ടോ എങ്കിൽ ഞാൻ അവിടെയില്ല. അത്തരം സന്ദർഭങ്ങളിൽ, സദസ്സുകളിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിക്കാൻ, അതിനെതിരെ ശബ്ദിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കൂട്ടുകെട്ട് ശ്രദ്ധിച്ചാൽ ഈ തിന്മയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട്. ഓരോ മനുഷ്യനും അവന്റെ കൂട്ടുകാരന്റെ മതത്തിലാണ്. അതുകൊണ്ട് ആരെ തെരഞ്ഞെടുക്കണം കൂട്ടുകാരനായി എന്ന് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഇസ്ലാമിന്റെ കൽപ്പന. അതുകൊണ്ട് ഈ രൂപത്തിൽ നടക്കുന്ന ആളുകളെ ഉപയോഗിക്കുന്നവരോടൊപ്പം കൂട്ടുകൂടാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ഒരു അഭിമുഖം ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു ചെറുപ്പക്കാരൻ, 10-22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ അഭിമുഖം എന്താ? ജീവിതത്തിൽ ഒരു സിഗരറ്റ് പോലും അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. ഒരു സിഗരറ്റ് പോലും ഉപയോഗിക്കാത്തവൻ. അദ്ദേഹം കൂട്ടുകാരോടൊപ്പം യാത്ര പോയതാ. ആ സമയത്താണ് കൂട്ടുകാരിൽ ഒരാള് ഈ ഒരു സംഗതി കൊടുത്തിട്ട്, ഇതൊന്ന് ഉപയോഗിച്ചു കൊടുക്കടാ, ഇതൊന്ന് ഉപയോഗിച്ചു നോക്ക്, ലോകത്ത് ജീവിച്ചിരിക്കുമ്പോ എല്ലാറ്റിന്റെയും ടേസ്റ്റ് ഒന്ന് നുണയണമോ, ഒന്ന് അനുഭവിക്കണല്ലോ, രുചി ലഭിക്കണല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കൂ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ആ സുഹൃത്ത് അങ്ങനെ ഉപയോഗിച്ചപ്പോഴാണ്, ആ കൂട്ടുകാരോടൊപ്പം ചേർത്ത് ഉപയോഗിച്ചപ്പോഴാണ് അദ്ദേഹം പിന്നെ ഇടക്കിടക്ക് ഉപയോഗിക്കുന്നവനായി, പിന്നീട് അത് സ്ഥിരം ഉപയോഗിക്കുന്നവനായി, പിന്നീട് അത് എല്ലാ ആളുകളിലേക്കും എത്തിച്ചു കൊടുക്കുന്ന ഇടനിലക്കാരനായിട്ട് അദ്ദേഹം മാറിയത്.
അതുകൊണ്ട് കൂട്ടുകാരെ ശ്രദ്ധിക്കണം, ആരോടൊപ്പം കൂട്ടുകൂടണമെന്ന് വളരെ കൃത്യമായി നമുക്ക് ബോധ്യം ഉണ്ടാവണം. മറ്റൊന്ന് സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെയുള്ള സംസാരങ്ങളിലൊക്കെ പറഞ്ഞു, പല രൂപത്തിലാണ് ഈ കാര്യങ്ങൾ ഇന്ന് സുലഭമായിട്ട് നമ്മുടെ നാടുകളിൽ കിട്ടണമെന്ന്. മിഠായിയുടെ രൂപത്തിൽ, ലഹരിയാണെന്ന് പേര് ഉൾപ്പെടാത്ത രൂപത്തിൽ, പേര് പറയാത്ത രൂപത്തിലാണ് നമ്മുടെ കുട്ടികളുടെ കൈകളിലേക്ക്, യുവാക്കളുടെ കൈകളിലേക്ക്, വിദ്യാർത്ഥികളുടെ കൈകളിലേക്ക് എത്തിച്ചേർന്നത്. അവിടെയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി വർഷങ്ങൾക്ക് മുമ്പേ, 1400 വർഷങ്ങൾക്ക് മുമ്പേ നമ്മെ ബോധ്യപ്പെടുത്തി, ലയശ്റബന്നാസ മിൻ ഉമ്മത്തിൽ ഖംറ യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ. എന്റെ ഈ സമൂഹം മദ്യം ഉപയോഗിക്കുക, ലഹരി ഉപയോഗിക്കുക തന്നെ ചെയ്യും. അതിന് പല പേരുകളും ഇട്ടിട്ട്, പല രൂപത്തിലുള്ള ന്യായങ്ങളും പറഞ്ഞ്, പല പേരുകളും ഇട്ടിട്ട് അവർ ലഹരി ഉപയോഗിക്കുന്ന ഒരു വേദനാജനകമായ ഒരു അവസ്ഥയിലേക്ക് എത്തും. അത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അവിടങ്ങളിലൊക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ ഈ ഒരു വിപത്ത്, ഈ വലിയ തിന്മ നമ്മെ ബാധിക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അതേപോലെ മാതാപിതാക്കളാണോ നമുക്ക് ഇവിടെ വലിയ ഉത്തരവാദിത്തമുണ്ട്. നേരത്തെ ബഹുമാനായ പ്രസിഡന്റും നേരത്തെ സംസാരിച്ചവരൊക്കെ കൂടുതലായും അഭിസംബോധന ചെയ്ത് പറഞ്ഞത് മാതാപിതാക്കൾ ഈ വിഷയം ശ്രദ്ധിക്കണമെന്നാണ്. പലപ്പോഴും നമ്മുടെ കുട്ടികളെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിച്ച് നിരീക്ഷിച്ച് ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയണം. നേരത്തെ ആ വിഷയം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ചിലപ്പോൾ ഓവർ കോൺഫിഡന്റ്, ആ തിന്മയൊന്നും അതൊന്നും എന്റെ മകൻ ഉപയോഗിക്കൂല, ആ തിന്മയിലേക്കൊന്നും എന്റെ മകൻ പോകൂല എന്ന ഓവർ കോൺഫിഡന്റ് അത് പാടില്ല. അതേപോലെ തന്നെ തെറ്റിദ്ധാരണയും പാടില്ല. എന്നാൽ നല്ല ജാഗ്രതയും നല്ല നിരീക്ഷണവും നല്ല ശ്രദ്ധയും ഉണ്ടാവണം. അവിടെ മാതാപിതാക്കൾക്ക്, വീട്ടുകാർക്ക് കൃത്യമായ റോളുണ്ട്, അത് നിർവഹിക്കണം. മറ്റൊന്ന് സഹോദരങ്ങളെ, സാമൂഹികമായ ഒരു ബാധ്യതയാണ്. സാമൂഹികമായ ഒരു ബാധ്യത. ഈ തിന്മക്കെതിരെ ഒറ്റക്കെട്ടായി ജാതി മത ഭേദമന്യേ, രാഷ്ട്രീയം മറന്ന്, കൂട്ടായ്മകൾ മറന്ന് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ശ്രദ്ധിച്ചതുപോലെ എല്ലാ ആളുകളെ കൊണ്ട് നമ്മൾ സംസാരിപ്പിച്ചു, എല്ലാ ആളുകളെ കൊണ്ടും ഈ തിന്മക്കെതിരെ ശബ്ദിപ്പിക്കാൻ നമുക്ക് സാധിച്ചു, ഉറക്കെ പറയിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായി ചേർന്ന് നിന്ന് ഈ വലിയ തിന്മക്കെതിരെ പോരാടുന്ന മഹല്ലുകളിൽ, വാർഡ് തലങ്ങളിൽ ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കുന്ന, ബോധവൽക്കരണ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു നല്ല നാളെ എന്നും തുടർച്ചയായിട്ട് നമ്മുടെ സമൂഹത്തിലെ കൂട്ടായ പരിശ്രമത്തിലൂടെ ഉണ്ടാകാൻ നമുക്ക് സാധിക്കണം. ദുർബല സാഹചര്യത്തിൽ തിന്മക്ക് ഈ ലഹരി അടിമപ്പെട്ടു പോയ ആളുകളെ ചേർത്തു പിടിച്ച് അവരെ നിന്ന് മോചിപ്പിക്കാനുള്ള പദ്ധതികൾ മഹല്ലടിസ്ഥാനത്തിൽ, വാർഡടിസ്ഥാനത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. നമ്മൾ വലിയ ആവേശത്തോടെ പറയാറുണ്ട്, എഴുത്തും വായനയിൽ 100% നമ്മുടെ മഹല്ല്, നമ്മുടെ വാർഡ്, നമ്മുടെ നാട് കമ്പ്യൂട്ടർ സാക്ഷരതയിൽ 100%. അതുപോലെ നാളെ നമുക്ക് പറയാൻ കഴിയണം കൂട്ടരെ, നമ്മുടെ നാട് ലഹരിമുക്ത നാടാണ്, നമ്മുടെ വാർഡ് ലഹരിമുക്ത വാർഡാണ്, നമ്മുടെ ഈ മഹല്ല് ലഹരിമുക്ത മഹല്ലാണെന്ന് ഉറക്കെ പറയാൻ, ആ രൂപത്തിലേക്ക് നാടിനെയും മഹലിനെയും സമൂഹത്തിനെയും മാറ്റാൻ കൂട്ടായ പരിശ്രമത്തിലൂടെ നമുക്ക് സാധിക്കണം. ആ പരിശ്രമത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിന്റെ പോഷക ഘടകങ്ങളും ഒന്നിച്ചൊന്നായി ഒപ്പം ചേർന്ന് മുന്നിലുണ്ടാകുമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ വളരെ കരുതലോടെ നീങ്ങേണ്ട ഒരു കാലഘട്ടത്തിലാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയം സംസാരിക്കുമ്പോൾ പറയാനുള്ളത്. നമ്മുടെ വിദ്യാർത്ഥികളുടെ കൈകളിലേക്ക്, നമ്മുടെ യുവാക്കളുടെ സിരകളിലേക്ക് ലഹരി കുത്തിവെക്കാൻ ശ്രമിക്കുന്ന, ബോധപൂർവം അതിന് പണിയെടുക്കുന്ന, ദൈവനിഷേധം സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലിബറലുകളെ നമ്മൾ സൂക്ഷിക്കണം. നേരത്തെ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഇട്ട CD-യിലൂടെ, ഇവിടെ ഇട്ട ആ ഒരു ശബ്ദത്തിലൂടെ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. സമൂഹത്തിൽ ബോധപൂർവം ചെറിയ പ്രായത്തിൽ തന്നെ വിദ്യാർത്ഥിയുടെ കൈകളിലേക്ക് ഈ തിന്മകൾ വെച്ചു കൊടുക്കാൻ വേണ്ടി, അവരെ ഇതിനെ പ്രാപ്തമാക്കാൻ വേണ്ടി ആ രൂപത്തിൽ ശ്രമിക്കുന്ന ആളുകളുണ്ട്. നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിലൂടെ ഈ ലിബറൽ സംസ്കാരം സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കാൻ, തോന്നിയതുപോലെ ജീവിക്കാൻ നമ്മുടെ വിദ്യാർത്ഥികളെ ആ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചില ചിന്താഗതികളുണ്ട്. അവരെന്താ സമൂഹത്തിൽ പച്ചയായിട്ട് പറഞ്ഞത്? പുരോഗമനം വീമ്പ് പറയുന്നവർ, ആധുനികത പറയുന്ന ആളുകൾ അവരെന്താണ് ഈ സമൂഹത്തോട് പറഞ്ഞത്? കഞ്ചാവ് ലീഗലൈസ് ചെയ്യണമെന്നാണ്, കഞ്ചാവ് സുലഭമായി നാടുകളിൽ കിട്ടണമെന്നാണ്, ആ രൂപത്തിൽ ലഹരി ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടാക്കണമെന്ന് മലയാളി കേരളത്തിൽ ആരാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്? സഹോദരങ്ങളെ, ദൈവനിഷേധം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലിബറൽ ചിന്താഗതിക്കാരാണ് ഈ സമൂഹത്തിൽ അത്തരം ചില ചിന്താഗതികളുമായി കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ
അത്തരം ചിന്താഗതികൾക്കെതിരെയും പോരാടാൻ ഒന്നിച്ചു നീങ്ങാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പരിഹാര മാർഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ മുസ്ലിം എന്ന നിലയിൽ വിസ്ഡം യൂത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉറക്കെ പറയാനുള്ളതും ആവർത്തിച്ചു പറയാനുള്ളതും യഥാർത്ഥ പരിഹാര മാർഗത്തെ കുറിച്ചാണ്, ഉത്തമമായ പരിഹാര മാർഗത്തെ കുറിച്ചാണ്. ആ പരിഹാര മാർഗം സഹോദരങ്ങളെ അല്ലാഹുവിലുള്ള യഥാർത്ഥ വിശ്വാസമാണ്, യഥാർത്ഥ ദൈവവിശ്വാസമാണ്. അതിന്റെ സമ്പൂർണമായ പരിഹാര മാർഗം എന്താണ്? ആ വിശ്വാസം അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകന്റെ 23 വർഷത്തെ ജീവിതത്തിലൂടെ സമൂഹത്തിന് പകർന്നു കൊടുത്ത ആ വിശ്വാസം നെഞ്ചകത്തേക്ക് സ്വീകരിക്കലാണ് ഈ തിന്മക്കുള്ള ഏറ്റവും സമ്പൂർണമായ ഉത്തമമായ പരിഹാരം. അതാണ് വിശുദ്ധ ഖുർആൻ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളോടും അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മനുഷ്യരെ, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ഈ ജീവിതത്തിന് ഒരു ലക്ഷ്യമില്ല, ഈ ജീവിതത്തെ വെറുതെ അങ്ങ് സൃഷ്ടിക്കപ്പെട്ടതാണെന്നാണോ മനുഷ്യരെ നിങ്ങൾ വിചാരിക്കുന്നത്? അതേപോലെ തന്നെ സൃഷ്ടാവായ അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം ഇല്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതേ, ഈ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ഈ മരണത്തിന് ശേഷം ഒരു ജീവിതം വരാനുണ്ട്, അവിടെ രക്ഷാശിക്ഷകൾ വരാനുണ്ട്. ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളെ കുറിച്ചും കൃത്യമായി അറിയുന്ന മനുഷ്യന്റെ കള്ളനോട്ടങ്ങൾ അറിയുന്ന, മനുഷ്യന്റെ വിചാരങ്ങൾ അറിയുന്ന അല്ലാഹുവിന്റെ മുന്നില് മാലിക് യൗമിദ്ദീൻ പ്രതിഫല ദിവസത്തിന്റെ ഒരു നാള് വരാറുണ്ട്. ആ വിശ്വാസം പകർന്നു കൊടുക്കലാണ് ഈ തിന്മക്കുള്ള യഥാർത്ഥ പരിഹാരം. അതാണല്ലോ ഈ വിഷയം പഠിച്ച ചരിത്രകാരന്മാർ വരെ, ഈ വിഷയത്തിന്റെ അഗാധമായ ജ്ഞാനമുള്ള ചരിത്രകാരന്മാർ വരെ ആ രൂപത്തിലുള്ള വലിയൊരു മെസ്സേജാണ് സമൂഹത്തിന് കൊടുത്തത്. ആർണോൾഡ് ടോയിൻബി എന്ന വലിയ വിശ്വവിഖ്യാതനായ എഴുത്തുകാരൻ അദ്ദേഹം പറഞ്ഞത്, യഥാർത്ഥ ദൈവവിശ്വാസം കൊണ്ട് മാത്രമാണ് സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന തിന്മകൾക്ക് മോചനമുള്ളൂ. ഇസ്ലാം മദ്യത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിച്ചത് അള്ളാഹുവിനുള്ള വിശ്വാസം പറഞ്ഞു കൊടുത്തതാണെന്ന് ആരാ പറയണത്? ആർണോൾഡ് ടോയിൻബി എന്ന വിശ്വവിഖ്യാതനായ എഴുത്തുകാരനാണ് പറയുന്നത്. ചരിത്രം അങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ചരിത്രം നമ്മൾ കേട്ടിരുന്നു. മദ്യത്തിലും മയക്കുമരുന്നിലും വൃത്തികേടിലും അധർമ്മത്തിലും വേണ്ടാത്തരങ്ങളിലും സകലമാന വൃത്തികേടിലും മുങ്ങിക്കുളിച്ചൊരു ജനത. മദ്യം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അവർ അതിനെ അഡിക്റ്റ് ആയിരുന്നു. ഞാൻ മരിച്ചാൽ മുന്തിരിവള്ളിയുടെ താഴെ എന്നെ കബറടക്കണമെന്ന്, എന്റെ കുഴിമാടം ഒരുക്കണമെന്ന്, അവിടെ ആ കുഴിമാടത്തിൽ എന്റെ ഉരുപ്പിക്കൊണ്ടിരിക്കുന്ന എല്ലുകൾക്ക് അതൊരു ആശ്വാസം പകരുമെന്ന് പാടി നടന്ന ജനതയിലേക്കാണ് അള്ളാഹുവിന്റെ റസൂല് വിശുദ്ധ ഖുർആനുമായി കടന്നു വന്നത്. ആ റസൂൽ അവിടെ നിർവഹിച്ച പ്രവർത്തനം ആയിഷ ബീവി ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആയിഷ ബീവി പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ ആ സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ട് മദ്യത്തിൽ മുങ്ങിയ ആ ജനതയോട് അള്ളാഹുവിന്റെ റസൂല് തശ്റബുൽ ഖംറ, അവര് അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾ മദ്യപിക്കല്ലേ എന്നാണ് ആ ജനതയോട് പറഞ്ഞതെങ്കിൽ ആയിഷ ബീവി പറയാണ്, ഞങ്ങൾ മദ്യപാനം നിർത്തുമായിരുന്നില്ല. ആ ജനതയിലേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ വ്യഭിചരിക്കല്ലേ എന്നാണ് അവരോട് പറഞ്ഞതെങ്കിൽ ആയിഷ ബീവി പറയാണ്, ഞങ്ങൾ വ്യഭിചാരം നിർത്തുമായിരുന്നില്ല. അതിനു പകരം നിങ്ങൾ മദ്യപിക്കല്ലേ, നിങ്ങൾ വ്യഭിചരിക്കല്ലേ, നിങ്ങൾ തോന്നിയതുപോലെ ജീവിക്കല്ലേ, നിങ്ങൾ ആഭാസം കാണിക്കല്ലേ, നിങ്ങൾ കളവ് പറയല്ലേ, നിങ്ങൾ കുടുംബബന്ധം വിച്ഛേദിക്കല്ലേ, നിങ്ങൾ അളവിലും തൂക്കത്തിനും കൃത്രിമം കാണിക്കല്ലേ എന്ന് അവരോട് പറയുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഈ ലോകത്തിന് ഒരു സൃഷ്ടാവുണ്ടെന്നും ആ സൃഷ്ടാവിനെ മാത്രമാണ് ആരാധിക്കേണ്ടതെന്നും ഈ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടെന്നും ഈ ജീവിതത്തിനപ്പുറത്തൊരു മരണമുണ്ടെന്നും മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും ആ ജീവിതത്തിൽ രക്ഷാശിക്ഷകളുണ്ടെന്നും സുന്ദരമായി മനോഹരമായി നന്മകൾ ചെയ്ത് ജീവിക്കുന്നവർക്ക് സ്വർഗലോകമുണ്ടെന്നും തിന്മകളിലൂടെ ജീവിതം മുന്നോട്ട് പോകുന്നവർക്ക് കഠോരമായ നരകമുണ്ടെന്നും ബോധ്യപ്പെടുത്തിയതിനു ശേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രഖ്യാപിച്ചത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും
തുഫ്ലിഹൂൻ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം, അല്ലാഹുവിനെ പറഞ്ഞു കൊടുത്തതിനു ശേഷം, തൗഹീദ് പറഞ്ഞു കൊടുത്തതിനു ശേഷം, വിശ്വാസം ഊട്ടിയുറപ്പിച്ചതിനു ശേഷം ആ വിശ്വാസികളോട് പറഞ്ഞത് കള്ളും ചൂതാട്ടവും അതേപോലെ തന്നെ വിഗ്രഹങ്ങളെല്ലാം പിശാചിന്റെ ചെയ്തികളാണ്. അതുകൊണ്ട് ഫജ്തനിബൂഹു, നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറണേ, അത് ഉപേക്ഷിക്കണേ. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി, ഇവിടെയും പരലോകത്തും നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി. ഇന്നമാ യുരീദു ശൈത്താനു അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംറി വൽ മൈസിരി വയസുദ്ദുകും അൻ ദിക്രില്ലാഹ് വഅനിസ് സ്വലാത്ത്. നിങ്ങൾ നമസ്കാരത്തെ തൊട്ട് തടയുന്ന, അല്ലാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് തടയുന്ന, നിങ്ങൾക്കിടയിൽ പരസ്പരം വിദ്വേഷം ഉണ്ടാക്കുന്ന, നിങ്ങൾക്കിടയിൽ പരസ്പരം വെറുപ്പുണ്ടാക്കുന്ന, നിങ്ങൾക്കിടയിൽ പരസ്പരം ആക്രമണങ്ങൾ ഉണ്ടാക്കുന്ന ഈ മദ്യത്തിൽ നിന്ന് നിങ്ങൾ വിട പറയണേ എന്ന് പ്രഖ്യാപിച്ചത് അല്ലാഹുവിനെ പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ്, തൗഹീദ് പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ്. എന്നിട്ട് ആ ജനതയോട് വിശുദ്ധ ഖുർആൻ ചോദിച്ച ചോദ്യം അല്ലാഹുവിന്റെ റസൂൽ അവരോട് ചോദിക്കുന്നുണ്ട്, ഫഹൽ അൻതും മുന്തഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാനായിട്ടില്ലേ? ആ ജനതയോടാ ചോദിക്കുന്നത്, നിങ്ങൾക്ക് വിരമിക്കാനായിട്ടില്ലേ എന്ന ചോദ്യത്തിന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രബോധനം ജീവിതം കേട്ടു മനസ്സിലാക്കിയ, അല്ലാഹുവിനെ തിരിച്ചറിഞ്ഞ, പരലോക ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കിയ, മരണത്തിനൊരു ശേഷം ജീവിതത്തിന് ശേഷം ഒരു മരണമുണ്ടെന്ന് മനസ്സിലാക്കിയ, സ്വർഗ നരകങ്ങളെ കുറിച്ച് തിരിച്ചറിഞ്ഞ ആ ജനത പറഞ്ഞത്, ഞങ്ങളിതാ വിരമിച്ചിരിക്കുന്ന റസൂലേ, ഞങ്ങളിതാ വിരമിച്ചിരിക്കുന്ന റസൂലേ എന്നാണ് ആ സമൂഹം മറുപടി കൊടുത്തത്. മക്കയില് മദ്യത്തിന്റെ ശശങ്ങൾ പൊട്ടി തകർത്ത് ആ രൂപത്തിൽ അവർ ജീവിതത്തിൽ ഒരിക്കലും പിന്നീട് രഹസ്യ ജീവിതത്തിൽ പോലും മദ്യം ഉപയോഗിക്കാത്തവരായി, ലഹരി ഉപയോഗിക്കാത്തവരായി അവർ മാറിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, വിശ്വാസം കൊണ്ടുള്ള പരിവർത്തനമാണ്, ഖുർആൻ കൊണ്ടുള്ള പരിവർത്തനമാണ്, തൗഹീദ് കൊണ്ടുള്ള പരിവർത്തനമാണ്. അതാണ് ഏറ്റവും ഉത്തമമായ പരിഹാരം. ആ പരിഹാരത്തിലേക്ക് സമൂഹം തിരിച്ചു വരണമെന്നാണ് ഇവിടെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ആ പരിഹാര മാർഗങ്ങളിൽ ആ വിശ്വാസം എങ്ങനെയായിരിക്കണം, ആ വിശ്വാസവുമായി മുന്നോട്ട് പോകുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, അതിൽ വരുന്ന പുഴുക്കത്തുകൾ എന്തൊക്കെയാണ്, അത് മലിനമാകുന്ന സമയം ആ രൂപത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ കൃത്യമായി ഇൻഷാ അല്ലാഹ് പ്രൗഢമായി ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ശബ്ദം കേൾക്കുന്നവരെ, ആ ഒരു പ്രൗഢമായ സംസാരം ശ്രദ്ധയോടെ കേട്ടിട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ സദസ്സിൽ നിന്ന് പിരിയേണ്ടത്. ഇൻഷാ അല്ലാഹ് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ അടുത്ത ഞായറാഴ്ചയാണ് സമൂഹം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ തിന്മകൾക്കെതിരെ യുവത്വത്തെ അടയാളപ്പെടുത്തുന്ന യുവത്വം നാളെയുടെ കരുത്ത് എന്ന പ്രമേയം സ്വീകരിച്ചിട്ട് ജില്ലയിലെ ഇഷ്ടബൂത്തിന്റെ മൊത്തം പ്രവർത്തകരും അനുഭാവികളും ഒന്നിച്ചിരിക്കുന്ന സുന്ദരമായ യൂത്ത് കോൺക്ലേവ് ഇൻഷാ അല്ലാഹ് നടക്കുന്നത്. അത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ പദ്ധതികൾ ഇൻഷാ അല്ലാഹ് ഇനിയും സംഘടിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അതിനോടൊപ്പം എല്ലാം സഹകരിച്ച് ഒപ്പം നിന്ന് മുന്നോട്ട് വരണമെന്നാണ് എന്റെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ രൂപത്തിൽ ശക്തമായി ഈ തിന്മക്കെതിരെ മുന്നോട്ട് പോകാനും പ്രതികരിക്കാനും ശബ്ദമുയർത്താനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.